പക്ഷെ ഈ മുളശ്ശേരി പഞ്ചായത്തിലെ എല്ലാ പട്ടികളെയും വിളിച്ചിരുത്തിയിട്ട് ഒരു പാട്ടുപാടി നോക്കൂ. ആ പാട്ട് കേട്ടിട്ട് ഒരു പട്ടിയും ആനന്ദിക്കാറില്ല, തലയാട്ടാറില്ല, കൈയടിക്കാറില്ല. എന്നാൽ നമ്മള് പാട്ടിനനുസരിച്ച് നമ്മൾ ആനന്ദിക്കുന്നു, നമ്മൾ പുസ്തകം വായിച്ചിട്ട് രസിക്കുന്നു, നമ്മൾ അറിവിന്റെ രസം തേടുന്നു. കാരണം നമ്മൾ മനുഷ്യരാകുന്നു. അതുകൊണ്ട് മനുഷ്യന് മാത്രമേ ലഹരിയുള്ളൂ. പക്ഷിമൃഗാദികൾക്കും വയറ് നിറഞ്ഞ ലഹരിയാണ്. എന്നാൽ മനസ്സുകൊണ്ട് ലഹരി അനുഭവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. എനിക്ക് ഏതിലെയാ പോകണ്ടേ, ഏതിലെയാ പോകാൻ പാടില്ലാത്തതെന്ന് അറിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആരെയിൽ നിന്നൊരു പശുവിനെ തുറന്നു വിട്ടാൽ ആ പശു ഇന്ന് മമതാജിയുടെ പറമ്പ് പോയിട്ട് പുല്ല് വേണോ തീരുമാനിച്ചു പോകാറില്ല. മുന്നിൽ ഒരു പശു നടക്കും, ബാക്കി പശുക്കൾ പുറകെ നടക്കും. അതിൽ ലക്ഷ്യബോധമില്ല. നമ്മളുടെ പ്രത്യേകത, നമ്മൾ മനുഷ്യരാകുന്നത് ശരീരമാണോ മനസ്സാണോ എന്ന് നോക്കിയിട്ടാണ്. മൃഗങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗം ശരീരമാണ്. മനസ്സ് ശരീരത്തിന് വിധേയമാണ്. ഇപ്പൊ ഒരു പശു അതിന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഇപ്പൊ ഇക്കണ്ട ഇത്ര ആളൊന്നും ഒഴിക്കൂല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചാണകം. പട്ടികൾ തെരുവിൽ വെച്ച് ആട് കാണാതെ നിക്കാഹ് വേണ്ട, പന്തല് വേണ്ട, കല്യാണം വേണ്ട, റോഡിൽ വെച്ച് ഇണതേരി. കാരണം അതിന്റെ ശരീരമാണ് മുഖ്യം. മനസ്സതിന് കീഴ്പ്പെടുകയാണ്. മനസ്സ് മൃഗങ്ങൾക്കുണ്ട് കേട്ടോ. മൃഗങ്ങൾക്ക് മനസ്സിന് ഞാൻ പറയട്ടെ, കണക്കറിയാലോ. മൃഗങ്ങൾക്ക് വീതി കുറഞ്ഞ റോഡിലേക്ക് കൂടി ഒരു സ്കൂട്ടർ പോവാ. അപ്പൊ റോഡിന്റെ പകുതിക്ക് ഒരു നായ കണ്ടു. അപ്പൊ നിങ്ങൾ ഹോൺ അടിച്ചു. അപ്പൊ നായ സ്കൂട്ടറാന്ന് കണ്ട അനുകൂല. കാരണം സ്കൂട്ടർ കൊണ്ട് വീതിയാണ്. തൊട്ടു പറയും ലോറി വന്നിട്ട് ഹോൺ അടിക്കട്ടെ, നായ എണീറ്റ് മാറി തരും. കാരണം സ്കൂട്ടറിന് വീതി കുറവാണ്, ലോറിക്ക് വീതി കൂടുതലാണെന്നുള്ള കണക്കാർക്കറിയാം, നായ്ക്കറിയാം. അപ്പൊ നായ്ക്ക് കണക്കറിയില്ലേ? എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ഇതെല്ലാം നായ്ക്ക് കണക്കറിയില്ല. കണ്ടെടുത്ത് സ്കൂട്ടറും വെച്ചു കണ്ടിനാണ്. വേറെ ആളെ ബ്ലോക്ക് ആക്കുന്നതിന് ഒരു മര്യാദ ഇല്ലാത്ത മൃഗങ്ങളെക്കാൾ മോശം നമ്മളെയാണ്. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ അത് ശരീരത്തിന് വിധേയമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ മൂത്രയ്ക്ക മുട്ടി എവിടെ വെക്കോ? ഇല്ല. നിങ്ങളെ മനസ്സ് പറയും പറ്റില്ല. നിങ്ങൾക്ക് ഈ എഴുന്നേറ്റ് ഓടണമെന്നാ തോന്നുന്നത്. പക്ഷെ ഇവിടെ ഒരു പരിപാടിക്ക് വന്ന് ഇരുന്ന് പോയില്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് തരുന്നില്ലേ? അത് മനസ്സ് നിങ്ങളുടെ ശരീരത്തെ പിടിച്ചു നിർത്തുക. നിങ്ങളുടെ മനസ്സൊന്നും ഇടിയില്ല. മനസ്സെങ്ങനെയെങ്കിലും എണീറ്റ് പോകണമെന്നാ താല്പര്യം. പക്ഷേ ഇവിടെ പരിപാടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇരിക്കുന്നു, അതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യന്റെ മുഖ്യം മനസ്സാണ്. ശരീരം മനസ്സിന് വിധേയമാണ്. മൃഗങ്ങളുടെ മുഖ്യം ശരീരമാണ്, മനസ്സ് ശരീരത്തിന് വിധേയമാണ്. ശരീരത്തിന് എന്താ പറയുന്നത് അത് ചെയ്യും. ആ മനുഷ്യൻ മനസ്സ് വികസിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ലോകത്തിന്റെ സൗന്ദര്യം അത് നോക്കി ആസ്വദിക്കാൻ നമുക്ക് പറ്റൂ. ഒരു പൂവിനെ കണ്ട് അതിന്റെ ലഹരി ആസ്വദിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഒരു പൂമ്പാറ്റയെ കാണുമ്പോൾ ചിത്രാപതംഗമേ നിന്നെ കണ്ടൻ ചിത്രം തുടിച്ചുയരുന്നു, വാർമഴവില്ലിന്റെ സർത്താൻ നാൻമുഖൻ നിന്നെ ചമച്ചു എന്ന് പറഞ്ഞിട്ട് കവിത എഴുതാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. പക്ഷിമൃഗാദികൾക്ക് ഒരു തിന്നാൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷം. മനുഷ്യന് ശരീരത്തിന്റെ ലഹരിയല്ല, മനസ്സിന്റെ ലഹരിയാണ്. നമ്മുടെ അടുത്ത കാലത്ത് ഇപ്പോ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ കാരണം മനുഷ്യന്മാർ ശരീരമാണോ മനസ്സാണോ എന്ന തിരിച്ചറിവില്ലായ്മ. മനസ്സിനെ വളർത്തലാണ് മനുഷ്യന്റെ വളർച്ച. ശരീരം കൊണ്ട് നിങ്ങൾ ഒരു മൃഗമാണ് അല്ലേ? മൃഗത്തിന് എത്രയാ കണ്ണ്? നമുക്കോ? മൃഗത്തിന് മൂക്കിന് എത്രയാ ഓട്ട? നമുക്കോ? മൃഗത്തിന് എത്രയാ ചെവി? നമുക്കോ?
മൃഗത്തിന് ചോരക്ക് എന്താ നിറം? നമുക്കോ? മൃഗത്തിന്റെ എല്ലിന്റെ നിറം എന്താ? നമുക്കോ? മൃഗങ്ങൾ ശ്വസിക്കുന്ന വായു ഏതാ? നമ്മളോ? മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന വായു ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളോ? പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ ശരീരം കൊണ്ടെന്താ വ്യത്യാസം? വാലുണ്ട്. മൃഗത്തിന് വാലുണ്ട്, നമുക്ക് വാലില്ല. നല്ല പോയിന്റ് അവൻ പറഞ്ഞു. ഇങ്ങനെ അവൻ അറിയാത്തവരെന്തിനാ പറഞ്ഞവരെ പരിഹസിക്കുന്നത്? അവൻ പറഞ്ഞ നല്ല പോയിന്റാ, വാലുണ്ട്. വേറെന്താ വ്യത്യാസം? 4 കാലുണ്ട് മൃഗത്തിന്, നമുക്കോ 2 കാല്. മൃഗത്തിന് കൊമ്പുണ്ട്, നമുക്കോ കൊമ്പില്ല. പക്ഷെ ഈ 3 വ്യത്യാസവും തെറ്റാണ്. എല്ലാ മൃഗത്തിനും കൊമ്പുണ്ടോ? കൊമ്പുള്ള മൃഗമുണ്ട്, കൊമ്പില്ലാത്ത മൃഗമുണ്ട്. കുതിരക്കും മുയലിനും കൊമ്പില്ലാത്ത പോലെ നമുക്കും കൊമ്പില്ല. അതുകൊണ്ട് കൊമ്പിന്റെ വ്യത്യാസമല്ലല്ലോ മനുഷ്യനായത്. ഓട്ടെ, വാല് എല്ലാ മൃഗത്തിനും വാലുണ്ടോ? ചിമ്പൻസിക്ക് വാലുണ്ടോ? ഒറാങ്കുട്ടന് വാലുണ്ടോ? ഗോറില്ലക്ക് വാലുണ്ടോ? എന്നിട്ട് അതൊന്നും സ്കൂൾ പഠിക്കുന്നില്ലല്ലോ. അതിന്റെ പേരൊന്നും റേഷൻ കാർഡ് ചേർക്കുന്നില്ലല്ലോ. മനുഷ്യനാകുന്നത് വാലില്ലാത്തവരെല്ലാം മനുഷ്യനാകുന്നെങ്കിൽ അതിനെയും മനുഷ്യനാക്കണ്ടേ? അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമ്മള്. അതുകൊണ്ട് നമുക്കും വാലില്ല, അത്രയേ ഉള്ളൂ. വാലില്ലാത്തവരെല്ലാം മനുഷ്യരല്ല. അപ്പൊ വാല് വ്യത്യാസം. പിന്നെ കാല്, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടി ആദ്യം തന്നെ 2 കാലുകൾ നടന്നോ? നമ്മൾ ആദ്യം തന്നെ 2 കാലുകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ 2 രൂപ നടന്നോ? നമ്മളെല്ലാം ആദ്യം നടന്നത് മുട്ടുകുത്തി 4 കാലിലാണ്. പിന്നീട് 2 കാല് ഉയർത്തി കയ്യാക്കി പിടിച്ചതാ. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചതാ. നമുക്ക് 4 കാല. നിങ്ങൾ ഇരിക്കുന്ന കസേരക്കും 4 കാല, മേശക്കും ബെഞ്ചിനും ഡെസ്കിനും 4 കാലാണ്. ആ കാലിന്റെ നിലനിൽപ്പ് 4 ഒന്നിച്ച 4 ഇല്ലേ ഉരുണ്ട് വീഴൂ. അപ്പൊ ഒരു കാര്യം പറഞ്ഞ 4-ൽ 1ആണ്. 4-ൽ 1 കണക്കിന്റെ ഭാഷ പഠിപ്പിച്ച് 1/4 അല്ലേ? 1/4 എന്താ പറയാ? കാലിനല്ലേ? അപ്പൊ കാലിനെങ്ങനെയാ കാലിന് വീഴുമെന്ന് മനസ്സിലായോ? 1/4 മനസ്സിലായോ? കാലിന് വീഴുമെന്ന് 4-ൽ 1 കാല് പ്ലസ് കാല് എത്രയാ? അരിയല്ലേ? ഇതാ എന്റെ ഒരു കാല് കൂട്ടണം മറ്റേ കാല് അല്ലേ? മനസ്സിലായോ? വാക്കുകൾ എങ്ങനെയാ വന്നത്? ദോശക്കെങ്ങനെയാ ദോശ പേര് വന്നറിയോ? എങ്ങനെയാ? ദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എത്രയാ? തട്ടുമ്പോൾ ഒഴിക്കുമ്പോ ഒച്ച വരും, മറിച്ചിടുമ്പോ ഒച്ച വരും. 2 പ്രാവശ്യം. അതാ ദോഷ. ഇനി ഞാനൊരു സ്കൂളിൽ പറഞ്ഞപ്പോൾ ചെക്കനോട് ചോദിക്കുക, എന്നാ പൊറോട്ട എങ്ങനെയാ? പൊറോട്ട ഞാൻ പറഞ്ഞു നല്ല പൊറോട്ടയെ പൊന്നിച്ച് പിടിച്ചു നോക്ക്. അതിന്റെ 2 പൊറോട്ടയായോണ്ടാണ്. പൊറോട്ടയെങ്ങനെയാ? 30 പേരുള്ളതെന്നറിയാം. നിങ്ങൾ പൊതിച്ചിട്ട് തലക്ക് നിൽക്കുമ്പോ കാല് വന്നളവും, കാല് നിൽക്കുമ്പോ തലക്കുന്നളവും. അന്നേരം പുതപ്പ് ചവിട്ടി വലിച്ചു നോക്കും. ഇതൊന്നും എലാസ്റ്റിക്. നിങ്ങളെ കൂടെ അവസാനം പുതപ്പ് നീളം കുറവാണെങ്കിൽ നമ്മൾ പുതപ്പിന് കണക്കായിട്ട് നമ്മൾ നീളം കുറയും. താന്നൊരു പോലെ കിടക്കും. എന്നിട്ട് ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോ പുതപ്പങ്ങ് പോകും. ശീലം പിടിക്കുമ്പോ ടോർച്ച് അടിച്ചു നോക്കോ, പുതുകടിക്കുമ്പോ ലൈറ്റ് ഇട്ട് നോക്കോ, കൈകൊണ്ട് കാലുകൊണ്ട് തപ്പു, പിന്നെയും പോവും. തപ്പ് ഓ തപ്പ് ഓ തപ്പ് ഓ തപ്പ്. മനുഷ്യന് താൽക്കാലിക. നമ്മൾ ഈ ശരീരത്തിന്റെ ഹാർഡ്വെയർ കൊണ്ടല്ല മനുഷ്യനായത്. നമ്മൾ ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർ കൊണ്ടാണ്. ഈ സോഫ്റ്റ്വെയറിനെ സമയ ദേശ പരിമിതിക്കുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് മാക്സിമം പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം സഫലമാകുന്നത്. ഇതറിയാത്തവരാണ്. മൃഗങ്ങൾക്കൊന്നും സമയമില്ല കേട്ടോ. 2024 ഡിസംബർ മാസം 5-ാം തീയതിയാണെന്ന് അറിയുന്ന ഏതെങ്കിലും നായിക പൂച്ചയും നമ്മുടെ നാട്ടിൽ? അവർക്ക് ഇന്ന് വ്യാഴാഴ്ചയാണെന്നറിയോ? അവർക്ക് കാലബോധമില്ല. അവർക്ക് ഇത് ഏത് വർഷമാണെന്നറിയില്ല. അവർക്ക് ഏത് ആഴ്ചയെന്നറിയില്ല, ഏത് മാസം എന്നറിയില്ല. നമുക്കറിയാം സമയത്തിന്റെ വില. കാരണം നമുക്ക് ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് വിചാരിക്കും അല്ലെ? 90 പോരെ? 90 പോരെ? 90 വയസ്സിനിടയിൽ നമ്മൾ 35 കൊല്ലം ഓർക്കാം. 35 കൊല്ലം കംപ്ലീറ്റ് ഓർക്കാം. കാരണം 24 മണിക്കൂർ ഒരു ദിവസം, അതിൽ 8 മണിക്കൂർ ഓർക്കണ്ടേ ദിവസം?
അപ്പൊ 24ന്റെ 3 8 അപ്പൊ 90ന്റെ 3 30 കൊല്ലല്ലേ. പിന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരുപാട് ഒന്നുമില്ലേ, ചെറിയ കുട്ടികൾ ഒരു 60-70 വയസ്സ് കഴിഞ്ഞാലും കൂടുതലൊന്നുമില്ലേ. അപ്പൊ ഒരു 5 കൊല്ലം എക്സ്ട്രാ കാണും. അപ്പൊ 35 കൊല്ലം ഉറക്കാണ്. അപ്പൊ 90-ല് 55 കൊല്ലം നമുക്ക് ബാക്കിയുള്ളൂ അല്ലേ. 55 കൊല്ലം നമുക്ക് ബാക്കിയുള്ളൂ. നമുക്കത് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓർക്കുന്നുണ്ടാണ്. ഹോൾസെയിലായിട്ട് കൂട്ട് 35 കൊല്ലം നമ്മൾ ഈ ലോകത്തുള്ള നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഓർക്കുന്നത് നമ്മൾ അറിയോ നമ്മളുണ്ടെന്ന്. അടുത്ത് കിടക്കുന്ന ആള് കൂർക്കം വലി കേട്ടിട്ട് അറിയും നമ്മളുണ്ടെന്ന്. നമ്മളറിയില്ലല്ലോ നമ്മളുണ്ടെന്ന്. നമുക്ക് ബോധത്തോടെ 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ബോധത്തോടെ നമ്മൾ 55 കൊല്ലം വീഴുള്ളൂ. ആ 55 കൊല്ലത്തിൽ മൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഓരോന്നിനും എത്ര സമയം എടുക്കുന്നു? തിന്നണ്ടേ? മൃഗങ്ങൾ തിന്നുന്നുണ്ട്. തിന്നാ 10 കൊല്ലം എടുക്കണം. രാവിലെയും വൈകിട്ടും ഉച്ചക്കും രാത്രിയും വെള്ളം കുടിക്കലും ചോറ് തിന്നലും ഭക്ഷണം കഴിക്കലും ചായ കുടിക്കലും ബിരിയാണി തിന്നലും എല്ലാം കണക്കൂട്ടിയാൽ തിന്നുന്ന സമയം മാത്രം കൂട്ടിയപ്പോഴെ തിന്നാൻ പോകണം, കൈ കഴുകണം, പാത്രം കഴുകണം, ഭക്ഷണം പാചകം ചെയ്യണം, എല്ലാം കൂടി ഒരാഴ്ചയിൽ മനുഷ്യൻ 10 കൊല്ലം തിന്നാൻ ചെലവഴിക്കും. അപ്പൊ 55-ൽ 10 പോയാൽ 45 ഉള്ളൂ. പകുതി പോയാ പകുതി പോയില്ലേ? തിന്നാ പോരല്ലോ, ടോയ്ലറ്റിൽ പോയി പോവാണ്ട് പറ്റുമോ? പ്രധാനമന്ത്രി ആയാലും കക്കൂസ് പോണ്ടേ? പോണോ? എത്ര സമയം നമ്മൾ കക്കൂസ്? ഒരാഴ്ച അറിയോ? മൂത്രയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങേ തലക്കുന്ന കുട്ടികൾ മൂത്രയിക്കാൻ അങ്ങേ തലക്ക് പോകുന്ന, അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാനുള്ള സമയം, ആടെ ഇരിക്കുന്ന സമയം, ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയം പണ്ടത്തെ മാതിരിയായി കുളിപ്പാട് വരെ ഇരിക്കുന്നു. പണ്ട് ഈ നാടൻ കക്കൂസിലും മുട്ടുമടക്കി ഇരുന്നിട്ട് മുട്ട് വേവിച്ചിട്ട് വേറെ എണ്ണിട്ട് പോകും. ഇപ്പൊ നല്ല യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോ കസേരയുടെ ഇരിക്കുമ്പോഴല്ലേ ഇരിക്കുന്നത്. ആടെ എത്ര നേരം ഇരിക്കാലോ. ചെറുപ്പക്കാരെല്ലാം പലതും മൊബൈലും കൊണ്ടാണ് കക്കൂസ് കയറുന്നത്. ആടെ പോയിട്ട് ആടുന്നാണ് പലതും ഡൗൺലോഡ് ചെയ്യും. മേലെ ഡൗൺലോഡ് ചെയ്യും, താഴെ ഡൗൺലോഡ് ചെയ്യും. രണ്ടും നടക്കുന്നത് അല്ലേ. നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് 10 കൊല്ലമാണ്. അറിയുമോ? 10 കൊല്ലം ഒരാഴ്ച. അപ്പൊ 45-ൽ 10 പോയാൽ എത്രയാ? 35. ആ 35-ൽ 10 കൊല്ലം സുഖമില്ലാണ്ട് കിടക്കണം. പല വിധത്തിലുള്ള അസുഖം വന്നിട്ട് നമുക്ക് ബോധമുള്ളപ്പോഴും ഉറക്കത്ത് കിടക്കുന്നതല്ല, ബോധത്തോടെ 60-70 വയസ്സ് കഴിഞ്ഞ സ്ഥിരം കിടപ്പ. ആദ്യത്തെ ജനിച്ചിട്ട് ആദ്യത്തെ 2 കൊല്ലം അധികവും കിടപ്പ. നമ്മള് 10 കൊല്ലം ഒരാഴ്ച കിടപ്പാണ് അസുഖം. ഇനി എത്രയാ ബാക്കി? 25. അതിൽ 10 കൊല്ലം കുളിക്കണ്ടേ, മുടി ചീകണ്ടേ, ചിക്കുപോക്കണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, മുടി മുറിക്കണ്ടേ, മീശ കത്തിയണ്ടേ, പിരിയം പൊരിക്കണ്ടേ, വരച്ചുണ്ടാക്കണ്ടേ, എല്ലാം കൂടി മേക്കപ്പിന് 10 കൊല്ലം. ഇനി എത്രയാ ബാക്കി? ഇനി 15 കൊല്ലം. ആ 15 കൊല്ലം മനുഷ്യരാവാൻ പറ്റാതെ ഏതെങ്കിലും ഭക്ഷണം, ഏതെങ്കിലും കരം, ദ്രാവകം, വാതകം കഴിച്ചിട്ട് ശരീരമാകുന്ന പദാർത്ഥത്തെ ആനന്ദിപ്പിച്ചിട്ട് ഈ ലോകവുമായി ബന്ധമില്ലാതെ മൃഗങ്ങളെ പോലെ ജീവിച്ച് ആ 15 കൊല്ലം നഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ട് മാറരുത്. ആ ലഹരി വേണം മനുഷ്യൻ. പക്ഷെ ഏത്? മനസ്സിന്റെ ലഹരി വേണം. ഒരു പാട്ട് പാടുമ്പോൾ ലഹരി വേണം. ഉമ്മാന്റെ മടിയിൽ ഒരു കുട്ടി ഇരുന്നിട്ട് ഉമ്മാനിങ്ങനെ തോണ്ടി, ഉമ്മ ദാദാ ആ നാടിന് എന്തുനാടാണ്, വായല ആയിക്കോട്ടെ, ആടുന്ന ആടിക്കോട്ടെ, എനിക്കെന്താ വരാലേ? അതല്ലുമ്മ. പിന്നെന്ന വാഴയിലെന്താ ഇങ്ങനെയാടുന്നത്? എങ്ങനെയാടുന്നത്? ആന തല കുലുക്കുമ്പോഴേ വാഴയിലാടുന്നാണ് ഇങ്ങനെയാ തല കുലുക്കുന്നത്. ആടുന്നാട് കണ്ടില്ലേ? അതങ്ങനെ ആടുന്നതെന്ന് ഉമ്മ പറയും. വേറെ പഠിക്കാറില്ല, പറയുന്നത്. എന്നാൽ ആ ഉമ്മ പാടിക്കൊടുത്തു. അത് റംസാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസം അതാ ചന്ദ്രക്കല ആകാശത്ത് പൊങ്ങുകൊണ്ടല്ലോ. വടൻ പൂളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിയാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് അത് തക്ബീറിന്റെ താളമാണ് മോനെ എന്ന് പാടിക്കൊടുക്കുന്ന ഒരു ഉമ്മ ആ കുട്ടിക്ക് പാട്ടിന്റെ, കവിതയുടെ, പ്രകൃതിയുടെ ലഹരി കൊടുക്കലാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ എന്താ ഇപ്പോ? ഒരു കവിത ചൊല്ലുവോ? ഒരു പാട്ട് പാടുവോ? വട്ടത്തിൽ ഇരിക്കുവോ? സ്നേഹവസ്ത്രമായി സംസാരിക്കുവോ? എല്ലാരും മൊബൈലും കൊണ്ട് ഇങ്ങനെ ഇരിക്കും.
ഒരാൾ അങ്ങനെ മുഴക്കം, ഒരാൾ ഞാൻ മുഴക്കം. നിങ്ങളുടെ വീടെന്ന് പറയുന്നത് നിങ്ങളുടെ മയക്കുമരുന്ന്, നിങ്ങൾ ലഹരി എന്തെന്നറിയാത്ത, ശരീരത്തിന്റെ ലഹരി മാത്രം പ്രേരിപ്പിച്ച് മനസ്സിന്റെ ലഹരി എന്തെന്നറിയാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ അറിയാത്ത പൊട്ടന്മാരും പൊട്ടത്തികളിലാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും. അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ ലഹരി അടിമയാവുന്നത്. ആ കാര്യം വീട്ടിൽ പോയി പറയണം. കാരണം ഒരു കഥ പറഞ്ഞു തരാത്ത, ഒരു കവിത പാടിത്തരാത്ത ഉമ്മയും ഉപ്പയാണ് നിങ്ങൾക്ക് അതിലുള്ളൂ. അല്ലേ അല്ലേ? ഒരു കഥ പറഞ്ഞു കേൾക്കുന്നോ? ഒരു കവിതയാണ്, ഒരു പാട്ടുപാടാണ് ഇല്ല. അപ്പോ മനസ്സിന്റെ ലഹരി ഇല്ല. എന്താ നിങ്ങൾക്ക് നല്ല ബിരിയാണി വേണ്ടി തരും. എന്നാൽ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മലയാളികൾ വായിച്ച കഥയാണ് ബിരിയാണി എന്ന് പറഞ്ഞ കഥ. നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ടോ? ഒന്ന് കൈകൊട്ടിയിട്ട്. ഒരാളാ കൈകൊട്ടിയത്. ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഒരാളും ഉണ്ടായല്ലോ. ഞാൻ വെറുതെ തട്ടിപ്പ് പറയുന്നില്ല എന്ന് മനസ്സിലായല്ലോ. ബിരിയാണി എന്ന് പറയുന്ന കഥയുണ്ട്. ആ കഥ വായിച്ചു നോക്കൂ. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മക്ക് എന്താ പണി? നിങ്ങളുടെ ശരീരത്തിന് പുഴുങ്ങിയിട്ടേക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു ഹോട്ടലാണ്. ഭക്ഷണം പാചകം ചെയ്യുന്ന ഹോട്ടൽ, തിന്നുന്ന ഹോട്ടൽ. രണ്ടാമത്തെ വീട് ലോഡ്ജാണ്, കിടന്നുറങ്ങുന്ന ലോഡ്ജ്. മൂന്നാമത്തത് ടോയ്ലറ്റ് കംഫർട്ട് സ്റ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ വിസർജിച്ച് കൂട്ടാൻ കുറെ കക്കൂസ്. ഇതാണ് നിങ്ങളുടെ വീട്. മനുഷ്യന്മാരാണ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. തിന്നാൻ കിടന്നുറങ്ങാൻ കക്കൂസ് പോവാ, തിന്നാൻ കിടന്നുറങ്ങാൻ കക്കൂസ് പോവാ. ഇത് ചെയ്യാൻ പിന്നെ വീട് വേണോ? ഈ നമ്മുടെ പുതിയ തലമുറ ലഹരിക്കടിമയാകുന്നതിന് ഉത്തരവാദി നിങ്ങളല്ല, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമാണ്, നിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലമാണ്. നിങ്ങൾക്ക് ഒരു കഥ വായിക്കാനും കവിത ചൊല്ലാനും പാട്ടുപാടാനും സ്നേഹത്തോടെ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള വീടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വ്യാകരണം, നിങ്ങൾ +1-നും +2-നും പഠിക്കുന്ന കുട്ടികളല്ലേ, വീടിന്റെ വ്യാകരണം അടിച്ചു പോയിട്ട് 10 വീടിന്റെ വ്യാകരണം അടിച്ചു പോയിട്ട് എന്താ വേണ്ടത്? വീട്ടിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളും കുടുംബാംഗങ്ങളും നിങ്ങളും ചുറ്റുവട്ടുള്ള പ്രതിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനായാൽ, ആ സോഫ്റ്റനായ മനസ്സുള്ളവർക്ക് ലഹരിയുടെ അടിമയാവില്ല. നിങ്ങളുടെ മനസ്സ് കഠോരമാവുമ്പോ ആ മനസ്സിൽ ഒരു ആഘാതം കിട്ടാൻ ശരീരം ഒരു പദാർത്ഥമല്ലേ? പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: കരം, ദ്രാവകം, വാതകം. ഈ പദാർത്ഥത്തെ സന്തോഷിപ്പിക്കാൻ പദാർത്ഥം തന്നെ വേണം. കരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക, കഞ്ചാവിന്റെ പുക. നിങ്ങൾ ശരീരം, നിങ്ങളുടെ ശരീരത്തെ പോറ്റുന്ന, നിങ്ങളുടെ ശരീരത്തെ പോറ്റിട്ട് ഉപ്പക്കുമ്പോ കാര്യമുണ്ടോ? പശുവിനെ പോറ്റിയ കറന്നു വെക്കുക, നിങ്ങളെ കറന്നു വെക്കാൻ പറ്റുമോ? ആടിനെ പോറ്റിയ ഇറച്ചി വെക്കുക, കോഴിനെ പോറ്റിയ ഇറച്ചി വെക്കുക, നിങ്ങൾ ഇറച്ചി വെക്കാൻ പറ്റുമോ? നല്ലോണം തിന്നൂട് മോനെ, റംസാൻ വരാൻ പോവാ, പെരുന്നാളിന് ഭയങ്കര വലിയ ഇറച്ചിക്കല്ല, നീ നല്ലോണം തിന്നു, ഇന്റെ ചന്തിമൊന്ന് ലേശായിട്ട് കറിവക്കാലൊന്നും വെക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. നമ്മുടെ ശരീരം വളർത്തിയിട്ടല്ല, നിങ്ങളുടെ മനസ്സ് വളർത്താൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ടോ? അതിന് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനാക്കണം. സോഫ്റ്റന്റെ സ്പെല്ലിംഗ് എന്താ? SOFTEN. അതിൽ ഓരോ അക്ഷരത്തിൽ ഓരോ വാക്ക് കണ്ടെത്താം. സോഫ്റ്റന്റെ സ്മൈൽ, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാത്തതാണ് ലഹരിക്കടിമകളാവാൻ കാരണം. പുഞ്ചിരിക്കുന്ന അച്ഛനും അമ്മയും പുഞ്ചിരിക്കുന്ന വീട്, പുഞ്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്ന വീടുണ്ടാവണം. വീടെപ്പോഴാ പുഞ്ചിരിക്കുകയോ? മുന്നിലത്തെ വാതിൽ തുറക്കുമ്പോ. ഇപ്പൊ നോക്കിയാട്ടെ, ഏതെങ്കിലും വീടിന്റെ വാതിലുണ്ടോ തുറന്നു വെച്ച്? അടഞ്ഞ വാതിലുകളാണ്. മനസ്സ് പൂട്ടിയിടുക, ഹൃദയം പൂട്ടിയിടുക. രാവിലെ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് കണ്ടത് നാളെ എനിക്ക് അടി കാണരുത്. ഞാൻ ഓർമ്മിച്ച് പറയാം, ഇന്ന് നിങ്ങൾ കണി കണ്ടതെന്നാ ഞാൻ പറയട്ടെ. ക്ലോസറ്റ് ആരും സമ്മതിക്കില്ല. നേരെ ടോയ്ലറ്റിലാ പോവാ, ക്ലോസറ്റാ കണി കാണുന്ന. നാളെ മുതൽ നിങ്ങൾ നേരെ മുന്നിലത്തെ വാതിൽ തുറക്കുക. ആ വാതിൽ തുറന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുക. ആ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുണ്ടോ? അത് ആര് കാണാൻ ഉണ്ടാക്കിയതാ? നിങ്ങൾക്ക് കാണാൻ. ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ നോക്കൂ, അവിടെ പറക്കുന്ന തുമ്പികളെ നോക്കൂ. ഇതൊന്നും നോക്കാൻ പറ്റാത്ത യുവാക്കളാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തോ ഒരു ലോകത്ത്, നമ്മുടെ കുട്ടികളെല്ലാം മനുഷ്യ കുട്ടികളൊന്നല്ല, ഏതോ ലോകത്താണ്.
സൗന്ദര്യത്തിന്റെ ലഹരി, പൂവിന്റെ ലഹരി, കവിതയുടെ ലഹരി കുറയാൻ അറിയണ്ടേ? അതുകൊണ്ട് വീട് പുഞ്ചിരിക്കാൻ വാതിൽ തുറക്കണം. മനസ്സിലായോ? എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണം. നിങ്ങൾ പുഞ്ചിരിക്ക്. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും എങ്ങനെയാ രാവിലെ മുഖം കണ്ടിട്ടുണ്ടാകും? പുഞ്ചിരിച്ചുകൊണ്ട് വിളിക്കുക ഇല്ല. വിലാപുള്ള പയഞ്ചക്ക പോലെ മോന്തെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു വരവുണ്ട്. സ്കൂൾ ബസ് വേണ്ട സമയമായി, ചെക്കൻ എണീറ്റിട്ടില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല എന്ന മട്ടിൽ അട്ടഹാസവും രാക്ഷസീയ ശബ്ദവുമാണ് വിൽക്ക വീട്ടിൽ കേൾക്കുന്നത്. മോനെ മോളെ എന്ന വിളിയില്ല. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ല. അവരുടെ കുപ്പയും എങ്ങനെ അവരെ പോയിട്ട് അവരുടെ അച്ഛനും അമ്മയും എങ്ങനെ വളർത്തിയ അതേപോലെ നിങ്ങളെ വളർത്തുക. എന്നാൽ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. അന്നത്തെ കുട്ടികളുടെ 10 ബുദ്ധി നിങ്ങൾക്കില്ലേ? ഞങ്ങളല്ല SLC പഠിക്കുന്ന കാലത്ത് 600 360 മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ്സാ. ഇന്ന് നിങ്ങൾക്ക് 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്രം. വെറും B വാങ്ങുന്ന ഒരു ഏതോ കുട്ടിയുണ്ടോ? നല്ലോണം പഠിക്കുന്ന കുട്ടികളുടെ ബുദ്ധി. കഴിഞ്ഞ ദിവസം ഒക്ടോബർ 1 പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒക്ടോബർ 1 ലോക വയോജന ദിനമാണ്. വയോജന ദിനം. പ്രായമായവരെ സ്നേഹിക്കാനും സഹായിക്കാനും വേണ്ടിയിട്ട് എന്റെ നാട്ടിൽ ഒരു സ്കൂളിൽ ഒരു പരിപാടി വെച്ചു. അച്ഛമ്മ, അമ്മമ്മ, ഉപ്പാവ സംഗമം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ഡേ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളല്ല, അപ്പൂപ്പനെയും അമ്മമ്മേനെയും ഉപ്പാവേനെയും ഉമ്മാവേനെയും കൂട്ടി വരണം. പ്രായമായ മനുഷ്യന്മാരെല്ലാം സ്കൂളിൽ, കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോകാനൊരു ചാൻസ് അല്ലേ? അതാ വരുന്ന PTA വിളിച്ച ഇത്ര ആളുണ്ടാവില്ല, അത്രയാൾ വന്നു. അപ്പൊ മക്കളോട് അടുത്ത ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞു, മക്കളെ നിങ്ങള് വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. അന്നേരോ ടീച്ചർ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും, വീണല്ലോ. പക്ഷേ ഈ പച്ചപ്ലാവിൽ ഇതുപോലെ ഒരു കാലം പഴുത്ത് വീഴുമെന്ന് ഓർക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ടീച്ചറെ ഒരു സംശയം. എന്താടാ? പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാൻ നിന്നാ പൗക്കാൻ കിട്ടുവോ? എന്തായാലും പൗക്കൂലേ? പിന്നെ ചിരിക്കുന്നതിൽ നല്ലത് ചിരിക്കുക, സ്മൈൽ. ഇന്നത്തെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ള, പക്ഷെ പുഞ്ചിരിക്കാൻ അറിയില്ല. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ്. മൃഗങ്ങൾക്കൊന്നും പുഞ്ചിരിക്കാൻ അറിയില്ല. അതുകൊണ്ട് സ്മൈൽ. S കഴിഞ്ഞാൽ ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും മൊബൈൽ ഫോൺ പൂട്ടി, TV പൂട്ടി, കമ്പ്യൂട്ടർ പൂട്ടി, എല്ലാം പൂട്ടിയിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയോ? ആ വർത്തമാനം പറയുമ്പോ എന്താ നെഗറ്റീവേ പറയൂ. അതാരാ റോഡ് പോലെ പോകുന്നത്? അത് ബഷീറാണ്. അയ്യോ മഹാബുദ്ധിയത്തോനെ, അവന്റെ ദോഷമെല്ലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞികൃഷ്ണൻ പോകുന്നു. കുഞ്ഞികൃഷ്ണൻ അയ്യോ മോശ, സെബാസ്റ്റ്യൻ തീരെ പോക്ക, പഞ്ചായത്ത് മെമ്പർ ഒന്നിനും ചുക്കിനും കൊള്ളില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബന്ധം, MLA പോക്കാണ്, മന്ത്രിമാരെല്ലാം പോക്കാണ്, മുഖ്യമന്ത്രി പോക്കാണ്, പ്രധാനമന്ത്രി പോക്കാണ്, ലോകത്തിൽ എല്ലാവരും മോശമാണ്, ഒരാളെ ലോകത്ത് നല്ല ഉള്ളൂ. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് നിങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയാം? ഇവിടെ ഇരിക്കുന്ന കുറെ കുട്ടികൾ കണ്ടോ? ഇവൻ ആരുടെ നമ്മളോട് പറയാൻ I am okay, you are not okay എന്ന മനോഭാവം ഉണ്ടോ? അവര് അപ്പുറത്തോടെ നടന്നോക്കുന്ന കാരണം അഹന്തയാണ്. I am okay, you are not okay. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. പിന്നെ ചില കുട്ടികളുണ്ട് എപ്പോഴും കുറ്റം കേട്ടിട്ട് അതിന്റെ 45 മാർക്ക് വാങ്ങി വന്നാൽ രക്ഷിതാക്കള് ആ 45 ഷെയ്ക്കേറ്റ് കൊടുക്കുവോ? ഇല്ല. കിട്ടാത്ത 5 കഴിഞ്ഞാ പോയി. അതേതാ തെറ്റിച്ചു? അതാണ് കിട്ടാത്ത ഏതാ? കിട്ടിയത് വരില്ല. എപ്പോഴും കുറ്റം കേട്ട് കുട്ടികൾക്ക് തോന്നും I am not okay, you are okay. എന്നതിനും കൊള്ളൂല, നിങ്ങളില്ല. അപകർഷത പോകുന്നു. മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ, ഒരു 10 ടീം. ആ ടീമിൽ പെട്ടു ആരാ? I am not okay, you are not okay. ഞാനും പോക്ക, നിങ്ങളും പോക്ക, മൊത്തം പോക്ക, നന്നാവും. പക്ഷെ നമ്മൾ എന്താ മനുഷ്യന്റെ മനോഭാവം? I am okay, you are okay. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല എന്ന മനോഭാവത്തിൽ വളരണം. മനസ്സിലായോ? ഇത് നമ്മുടെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഹൃദയം തുറന്ന് വർത്തമാനം പറയണം കേട്ടോ. ഓപ്പൺ ഹേഡ്. ഉപ്പയോടും അമ്മയോടും അച്ഛനോടെല്ലാം പോയി പറയാ, ഹൃദയം തുറന്ന് വർത്തമാനം പറയാത്തവരുടെ ഹൃദയം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് തുറക്കേണ്ടി വരും. ബൈപ്പാസിലൂടെ തുറക്കേണ്ടി വരും. ബ്ലോക്ക് നീക്കാൻ
ഹൃദയബന്ധങ്ങൾ ബ്ലോക്ക് ആവുന്നു. അതുകൊണ്ടാണ് ഹൃദയവും ബ്ലോക്ക് ആവുന്നത്. ഓപ്പൺ ഹെഡ്, അതാണ് ഫോർവേഡ്, മുന്നോട്ട് കുനിയ, അഹന്ത വേണ്ട. നിങ്ങൾ 7-ലോ 8-ലോ പഠിക്കുമ്പോ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റിയ ഒരു വസ്തുവിനെ കൊണ്ട് നിങ്ങളെല്ലാം സ്കൂളിൽ പോകാണ്ട് വീട്ടിലിരിക്കേണ്ടി വന്നില്ലേ? ഒരു വൈറസ് അല്ലെ, കോവിഡ് വൈറസിനെ കൊണ്ട് നിങ്ങളെല്ലാം വീട്ടിൽ കുടുങ്ങിയില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് കുടുങ്ങി, നമ്മളും കുടുങ്ങി. അത്രയല്ലേ ഉള്ളൂ നമ്മൾ. പിന്നെ എന്തിനാ അഹന്ത? അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടാൽ ഒന്ന് മുന്നോട്ട് കുനിയ, തല കുനിക്കുക, അഹന്ത വേണ്ട. മനസ്സിലായോ? നിങ്ങളൊരു കൊച്ചുകുട്ടി, ചെറിയൊരു കുട്ടി വീട്ടിൽ വന്നു, ആ കുട്ടിയെ നിങ്ങൾക്ക് എടുക്കണം. അപ്പൊ ഞാൻ പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയാ, ഞാൻ കുനിയൂല, വാ മോനെ എന്ന് പറഞ്ഞാൽ കുട്ടിയെ എടുക്കാൻ പറ്റുമോ? ഞാൻ കുട്ടിയിലേക്ക് കാണാനേ കുട്ടി എന്നിലേക്ക് ഉയരൂ. അതുകൊണ്ട് ഫോർവേഡിലേ, മുന്നോട്ട് കുനിയ, അഹന്ത വേണ്ട. SOFIലെ ടച്ച്. കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹബന്ധങ്ങൾ കൈമാറാൻ, ക്ഷയിക്കാൻ കൊടുക്കണം, കെട്ടിപ്പിടിക്കണം, ചേർത്ത് പിടിക്കണം. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? രക്ഷിതാക്കളുടെ ധാരണ വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കിൻഡർ ജോയ്, അൽഫാം, ഡയറി മിൽക്ക് എല്ലാം കൊണ്ട് കൊടുക്കലാന്നാ. അല്ല, വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചിന്നർത്ഥം. നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അതാണ് വാത്സല്യം. പിടികിട്ടിയോ? അതാണ് ടച്ച്. ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കണം, ശരീരത്തിൽ തൊട്ട് സംസാരിക്കണം. നിങ്ങളുടെ ഉപ്പാവയും ഉമ്മാവയും അച്ചാച്ചനും അമ്മാമ്മയും ഉണ്ടാവില്ലേ? അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും കൊടുത്താൽ പോരാ, അവരുടെ അടുത്ത് പോയി ഇരിക്കണം. അവരുടെ കാലെടുത്ത് നിങ്ങളുടെ മടിയിൽ വെച്ചിട്ട് ആ കാല് തൊടിഞ്ഞു കൊടുക്കുക. ആ പുറത്ത് കൈയിട്ടിട്ട്, ഉപ്പായത്തിനോട് കൈയിട്ടിട്ട് പുറത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കുക. അവർക്ക് അത്രയും വേണ്ടു. ഈ പുറം കണ്ടുപിടിച്ചെന്ന് ചൊറിയാൻ. ഈ പുറത്തോട്ട് വേറെ എന്തെങ്കിലും ഉപകാരമുണ്ടോ? കൈയോട്ട് കാലുണ്ടല്ലോ, നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. പുറം മാന്താ മാത്രം ഉണ്ടാക്കിയത്. ടച്ച് വേണം. കുടുംബാംഗങ്ങൾ തമ്മിൽ ടച്ച് വേണം, സ്നേഹബന്ധങ്ങൾ. അതാണ് ഈ ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി വർത്താനം പറയണം. കണ്ണ് നമ്മുടെ പേഴ്സണാലിറ്റി കണ്ണിലാണ്. കണ്ണിന്റെ സ്വപ്നങ്ങളും ആർദ്രതകളും നമ്മൾ കണ്ണിൽ നോക്കി പറയണം. ക്ലാസ് എടുക്കുമ്പോ മാഷന്മാർ കുട്ടികളെ കണ്ണിൽ നോക്കണം, കുട്ടികൾ മാഷന്മാരെ കണ്ണിൽ നോക്കണം. ആരാന്റെ കണ്ണിൽ? അപ്പുറം ഇപ്പുറം കണ്ണിൽ നോക്കിയപ്പോഴാ ഇങ്ങോട്ട് കണ്ണിൽ നോക്കണം. മനസ്സിലായോ? കണ്ണിൽ നോക്കി വർത്താനം പറയണം. കണ്ണാണ് നമ്മുടെ വ്യക്തിത്വം. പണ്ടല്ല നമ്മുടെ നാട്ടില് കണ്ണിന്റെ പേരിൽ പെണ്ണുങ്ങൾക്ക് പേരില്ല, അറിയാം. അമ്പുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാ. താമരപ്പൂവിന്റെ ഇതൾ പോലെ കണ്ണുള്ളവൾ മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ വിശാലാക്ഷി, വലിയ കണ്ണുള്ളവൾ. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണ് സൗന്ദര്യമാണ്, അതാ വിശാലാക്ഷി. നേരെ തിരിച്ച് ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണൻ വിളിക്കും, പെണ്ണുങ്ങളെ വിശാലാക്ഷി വിളിക്കും, ആണുങ്ങളെ കുഞ്ഞിക്കണ്ണൻ വിളിക്കും. ഞാൻ പറഞ്ഞു വന്നത് ആ കണ്ണിൽ നോക്കി സംസാരിക്കുക. കണ്ണിന്റെ വലുപ്പാണ്. കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിവിയിലും പത്രത്തിലും വന്ന വാർത്ത ഒരാളെ കണ്ണിന് വലുപ്പം പറഞ്ഞുകൊണ്ട്, അറിയോ? ഒരുപാട് ദിവസം ചർച്ച ചെയ്യുന്ന വാർത്ത. മഞ്ജു വാര്യരുടെ കണ്ണിന് വലുപ്പം പറഞ്ഞുകൊണ്ടാണ് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവന്റെ അടുത്തേക്ക് മറ്റൊരു പോയി. ആ കാര്യം ബാബനെ പോയിട്ട് മഞ്ജു വാര്യരോട് പറഞ്ഞു കൊടുത്തിട്ടാണ് ബാബനെ പൾസർ സുനിയെ അയച്ചിട്ട് ഇടങ്ങാറാക്കിയത്. അതിന്റെ പേരിലാണ് ഹേമ കമ്മീഷൻ സർക്കാർ ഉണ്ടാക്കിയത്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് സിദ്ദിഖ് അടക്കമുള്ള പല നടന്മാരുടെയും വൃത്തികേടെല്ലാം പുറത്തിറങ്ങിയത്. അതായിരുന്നല്ലോ പത്രത്തിലെ വലിയ വാർത്ത, അല്ലേ? ഇതെല്ലാം മഞ്ജു വാര്യരുടെ കണ്ണിന് വലുപ്പം പറഞ്ഞ പ്രശ്നം. നിങ്ങൾ കണ്ണിൽ നോക്കുക, കണ്ണാണ് വ്യക്തിത്വം. ആയിക്കോട്ടെ. അവസാനം എന്ന് പറഞ്ഞാൽ നോഡിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുക, തലകുലിക്കുക. ആ ശരിയാ. അത്തരത്തിൽ സോഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ, സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ്, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തല കുലിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കിയിട്ട് സ്നേഹബന്ധങ്ങളോടെ ഈ ലോകത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ പഠിക്കുക. ഇത് പഠിക്കുമ്പോ നമ്മുടെ സോഫ്റ്റ്വെയർ മനുഷ്യന്റെ മഹത്വം അവന്റെ ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. മനസ്സ് വികസിക്കണം. മനസ്സ് വികസിക്കാനുള്ള മാർഗം. നിങ്ങൾ കണ്ണൂർ കോട്ട കണ്ടിട്ടുണ്ടോ? കണ്ണൂർ കോട്ടക്ക് പോകാൻ വേണ്ടി കമ്പിയിൽ നിന്ന് പുറപ്പെട്ടാൽ അടുത്ത സ്റ്റോപ്പ് നാറാത്തല്ലേ?
TC ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ പാമ്പുർത്തി റോഡ്, പിന്നെയോ താറാത്ത്, അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് റോഡ് അല്ലേ? അത് കഴിഞ്ഞ് സ്റ്റെപ്പ് റോഡ് അല്ലേ? അത് കഴിഞ്ഞ് കാട്ടാമ്പള്ളി അല്ലേ? കാട്ടാമ്പള്ളി കഴിഞ്ഞ് നമുക്ക് വേഗം പോവാ. പുതിയ തെരു കഴിഞ്ഞാൽ ചെറക്കല് കഴിഞ്ഞാൽ കൊടിക്കുണ്ട്, പള്ളിക്കുന്ന്, ആടെ സെൻട്രൽ വനിതാ കോളേജ്, അത് കഴിഞ്ഞാൽ ചെട്ടിപ്പിടിയ, അത് കഴിഞ്ഞാൽ കൊയ്യാസുത്രി, AKG ആശുപത്രി, അത് കഴിഞ്ഞാൽ കാൽടെക്സ് കഴിഞ്ഞാൽ അടിപ്പാത അല്ലെ? റെയിലിന്റെ അടിപ്പാത, താവക്കര അണ്ടർബ്രിഡ്ജ്, ആടെന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാൻഡിൽ വലത്തോട്ട് പോയാൽ പ്രഭാതി ജംഗ്ഷൻ, ആടെന്ന് വലത്തോട്ട് പോയാൽ ഭരണശ്ശേരി വലത്തോട്ട് പോയാൽ കണ്ണൂർ കോട്ട, ആ കോട്ടയിലൂടെ കയറിയാൽ അതിന്റെ മതിലിന്റെ മേലെ കയറിയാൽ അങ്ങ് കടലിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും തലയിലുള്ളിൽ കണ്ണൂർ കടൽ വരെ കൊണ്ടാ. ഇതാണ് ഇല്ലെങ്കിൽ ഓപ്പത്തന. മനസ്സിലായി? കണ്ണൂർ കടൽ വരെ നിങ്ങളുടെ മനസ്സിൽ വലുതായില്ലേ? ഇതാണ് വലുതാവേണ്ടത്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ് വലുതാവേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സ് വലുതാകാൻ. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ ഒരു പശുവിനോ ആടിനോ കോഴിക്കോ ഇവിടെ ഇരുന്നിട്ട് കണ്ണൂർ കോട്ട വരെ മനസ്സ് കാണാൻ പറ്റുമോ? ഇല്ല. മനസ്സ് വലുതല്ലാത്തവരുടെ മനസ്സിന്റെ ലഹരിയാണ് മദ്യവും മയക്കും. മനസ്സ് ചെറുതാകുമ്പോഴാണ് നമ്മൾ മദ്യത്തിന് അടിപ്പെടുന്നത്. ഈ ലഹരി സ്വാർത്ഥന്മാരുടെ സൂത്രപ്പണി. സ്വാർത്ഥന്മാർ എന്ന് പറഞ്ഞാൽ ലഹരി കഴിക്കുന്ന, മദ്യം കഴിക്കുന്ന ഒരാളും തന്റെ മക്കൾക്ക് കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പോ എനിക്ക് അനുഭവിക്കുന്ന സുഖം എന്റെ മക്കൾക്ക് പറ്റില്ല. ഭാര്യക്ക് കൊടുക്കാറുണ്ടോ? ഇല്ല. എനിക്ക് അനുഭവിക്കുന്ന സുഖം ഭാര്യക്ക് പറ്റില്ല. അപ്പൊ ആ സുഖം എന്തോ ദുഷിച്ച സുഖമല്ലേ? അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഏത് കമ്പനിയിൽ പെട്ടാലും കുഴപ്പമില്ല. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന കുഴപ്പമില്ല, ബിരിയാണി കഴിക്കുന്ന കുഴപ്പമില്ല, ഒന്നിച്ച് പാട്ട് പാടുന്ന കുഴപ്പമില്ല, DJ ഡാൻസ് വെച്ച് തുള്ളുന്ന കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മദ്യവും മയക്കുമരുന്നും നിങ്ങളെ അതിലൂടെ മനുഷ്യത്വം അതിന് കവാടബന്ധം നടത്തുക, കൂട്ടുകയാണ്. പിന്നീട് ഈ ഭൂമിയിലെ മനുഷ്യന്റെ എല്ലാവിധ ഉണ്മയും നന്മയും കൂട്ടിക്കെട്ടിയിട്ട് നിങ്ങൾ ഒരു അരിവകിറ്റിയ നായെ പോലെ ഇങ്ങനെ ഏതോ ലോകത്തിലേക്ക് പോവുക. ആ ലോകത്ത് പോയിട്ട് വീട്ടുകാരും നാട്ടുകാരും പുറത്ത് ഇത്തരത്തിലുള്ള ഒരു ഭീകരന്മാരായി നിങ്ങൾ ജീവിക്കാൻ ഇടവരാതിരിക്കാൻ നിങ്ങൾ പൊരുതണം. ആരോട്? നാട്ടുകാരോടല്ല, നിങ്ങളോട് പൊരുതണം. നിങ്ങൾ പറയണം, എനിക്ക് പാട്ട് വേണം, കവിത വേണം, എനിക്ക് സ്വപ്നങ്ങൾ പൂക്കണം. അത്തരത്തിൽ സ്വപ്നങ്ങൾ പൂക്കുന്ന ഒരു ഇടമായിട്ട് നിങ്ങളുടെ വിദ്യാലയത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. സ്വപ്നങ്ങൾ പൂക്കണം. അതിന് നിങ്ങളിത് വേണം. നിങ്ങളെ മറ്റുള്ളവർ നയിക്കരുത്. ഞാനൊരു കണക്കിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കണക്കിൽ ചോദിക്കണം. ഇതിൽ ഡ്രൈവിംഗ് അറിയുന്ന എത്ര ആളുകൾക്ക് കൈമുട്ടിയ? ഡ്രൈവിംഗ് അറിയുന്നവരൊന്ന് കൈമുട്ടിയ? കുറച്ചാൾക്കറിയാം. സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലേ? എന്താ ഡ്രൈവിംഗ് എന്നറിയാമോ? ലോകത്ത് കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒറ്റൊരു പണിയേ ഉള്ളൂ, അത് ഡ്രൈവിംഗ്. ലോകത്ത് കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒറ്റൊരു പണിയേ ഉള്ളൂ, എന്താ? ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് കൊണ്ട് ഞാൻ ബ്രേക്ക് വെക്കൂല എന്ന് പറയാൻ പറ്റുമോ? സ്റ്റെയറിംഗ് തിരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഗീർ മാറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിംഗ്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു വണ്ടി ഓടിക്കുന്ന വിചാരിക്കാനോ? വിചാരിക്കാനൊരു പ്രയാസമുണ്ടോ? നിങ്ങളെ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ ഒരു ദിവസം പോലും ഞങ്ങളെ ലാബറട്ടറി കൊണ്ടുപോയിട്ട് ഒരു പരീക്ഷണം കാട്ടി തന്നിട്ടില്ല. വിരല് കാണിച്ചിട്ട് പറയും ഇതൊരു ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കുന്നു കാലക്കേടിന് എന്നോടാ ചോദിച്ചത്. എന്റെ വയറ്റിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാനൊരു ഉത്തരം പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ പുറത്താക്കി. ഗെറ്റൗട്ട്. ഞാൻ പറഞ്ഞ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. എല്ലാം വിചാരിക്കണം. പിന്നെ അതുകൊണ്ട് വിചാരിച്ചു. നിങ്ങൾ എല്ലാവരും ഒരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിച്ചില്ലേ? എനിക്ക് കണക്ക് ശ്രദ്ധിച്ചോളെ. ഈ കണക്ക് ഞാൻ പറഞ്ഞിട്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾ ആരും ഉത്തരം പറയണ്ട.
ഉത്തരറിയുന്നവർ കൈവക്കുക. എന്റെ നിലപാട് ഉത്തരറിയുന്നവരോട് മാത്രം ചോദിക്കുക. നമ്മളെ മാഷന്മാർക്ക് ഒരു വേണ്ടാത്ത സ്വഭാവം. ഉത്തരറിയാത്ത ആളോട് ആദ്യം ചോദിക്കുക, ഉത്തരറിയുന്ന ആളോട് ലാസ്റ്റ് ചോദിക്കും അല്ലേ? അത് ആദ്യം തന്നെ അറിയുന്ന ആളോട് ചോദിച്ചാൽ പിന്നെ ബാക്കിയില്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ. എന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഉത്തരറിയുന്നവരോട് ചോദിക്കും. ഉത്തരറിയവർ കൈവൊക്കെ എഴുന്നേറ്റിരുന്നാൽ മതി, അവരോട് ചോദിക്കും കേട്ടോ. എഴുന്നേറ്റിരുന്നവരോടെ ചോദിക്കും. അപ്പൊ ഈ വണ്ടി 2 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ 4 ആള് കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും 5 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനി ചോദ്യം ഒന്നുകൂടി പറയണോ കണക്ക്? 2 കിലോമീറ്റർ ഓടിയപ്പോ 4 ആൾ കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ ഇറങ്ങി. 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആൾ കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങി. ചോദ്യം ഇതാണ്, ഉത്തരറിയുന്നവർ മാത്രം എഴുന്നേറ്റിരിക്കുക. ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സൊക്കെ ഉത്തരറിയുന്നവർ എഴുന്നേറ്റിരിക്കുക മാത്രം പറയണ്ട. എഴുന്നേറ്റിരിക്കുക, എഴുന്നേറ്റിരിക്കുക. സംഖ്യ പറ, സംഖ്യ പറ. 16 ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാണ്. അവരുടെ സ്വന്തം വയസ്സാകുന്നു. കാരണം നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നാന്ന് വിചാരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ. പക്ഷേ ഇവിടെ കുറെ ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാ ഉത്തരം കിട്ടാൻ ഞാൻ പറയോ? ചോദ്യം പഠിച്ചില്ല. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? നിങ്ങൾ ചെറിയ പ്രായമായിരിക്കുമ്പോ ആമയും പോയാലും പന്തയം വെച്ച പോലെയാ. ആമയും പോയാലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ല എല്ലാവരും? മൊയിൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ അന്ന് പറയില്ല. നേരത്തെ പോയിട്ട് 2 ട്രോഫി ഒന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് മൊയിൽ അല്പം നേരം വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് കഴിയുമ്പോ ആമ പോയി സമ്മാനം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അനസന്മാർ പരാജയപ്പെടും. നമ്മുടെ മനസ്സും ശരീരമാണ് ഈ ആമയുമായി. ആമ ശരീരമാണ്. ശരീരം വലിയ വളരും. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടില്ലേ? നിങ്ങളെ പറ്റിയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചത് കുമ്പിട്ട് കിടക്കാൻ? അങ്ങനെ വാടി LKG പോകുമ്പോ 3 വയസ്സായിട്ട് 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ട് ഒരു അമ്മയായിട്ട്. നമ്മളെ കുട്ടിയോ? നമ്മളെ കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്ന 15 വയസ്സുള്ള പെൺകുട്ടികൾ ഒരു പശുവായിട്ടാ ജനിച്ചിരുന്നെങ്കിൽ 10 വെച്ചിട്ടുണ്ടാവും ഇല്ലേ? ഉണ്ടാവില്ലേ? നമ്മുടെ ശരീരം വലിയ വളരും. മൃഗങ്ങളുടെ ശരീരം വേഗത്തിൽ വളരും. നമ്മുടെ ശരീരം ആമയെ പോലെയാ. മനസ്സോ? മനസ്സ് മുയലിനെ പോലെ എന്തെല്ലാം പഠിക്കുന്നു, എന്തെല്ലാം വർത്താനം പറയുന്നു. എന്തൊരു ബുദ്ധിയാ ഇന്നത്തെ കുട്ടിക്ക്. മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടുക. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? ഒരു നിശ്ചിത പ്രായത്തുമ്പോ നിങ്ങളുടെ ശരീരത്തിനകത്ത് വേറൊരാൾ കയറി കൂടും. അപ്പൊ മനസ്സിലെ ശരീരം ഓർത്തേക്ക്. അതാരെ കയറി കൂടുന്നറിയോ? ഹോർമോണുകൾ. ഹോർമോൺ ഉത്പാദിപ്പിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിടിച്ചാൽ കിട്ടൂല. ഏഴുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തില്ലേ ഹോർമോണൊന്നും വലിയ ഉണ്ടാവില്ല. കാരണം ഉച്ചക്കെന്താ കറി? ചക്കക്കുരു വെള്ളരിക്ക് പോലെ, രാത്രിയോ വെള്ളരിക്ക് ചക്കക്കുരു പോലെ. ഇതിനെ കൊണ്ടൊന്നും ഹോർമോൺ ഉണ്ടാകാനാ? അതുകൊണ്ട് അന്ന് പ്രേമവും ഈ ഹോർമോണെല്ലാം ഉണ്ടാകാൻ എത്ര വയസ്സാണോ അറിയും? 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കീഴുകീരെ തുറന്നു നോക്കി. കൗമാരത്തിന്റെ കിളിവാതിൽ തുറന്നു നോക്കണമെങ്കിൽ 200 പൂർണ്ണേന്ദ്രന്മാരെ കാണണം. എപ്പാ 200 പൂർണ്ണേന്ദ്രന്മാരെ കാണാൻ 17 വയസ്സാണ്. അന്ന് SLCക്ക് പഠിക്കുമ്പോ പ്രേമം തോന്നിയാൽ പോലും അറിയാൻ പേടിച്ചിട്ട് ആരാദ്യം പറയും പറഞ്ഞില്ല. എന്നിട്ട് അവസാനം സെന്റ് ഓഫ് ആയ ദിവസം ഫോട്ടോഗ്രാഫിൽ എഴുതും, കടലിനെ വന്നാലും കടലിൽ കരയിനെ വന്നാലും ഞാൻ നിന്നെ മറക്കൂലെന്ന് പോയി. പിന്നെ ഒരു വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ലാത്ത കാലല്ലേ. പിന്നെ ഒരു വിവരമില്ല. ഇപ്പൊ മക്കളും മക്കളെ മക്കളിലായാലും ഇപ്പൊ അവരെ നേടിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച് ഇപ്പൊ പുറപ്പെട്ടിരിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളോട് സംഘടനകളായിപ്പോ അല്ലെ ഇതിനെ നേടി എല്ലാം അന്വേഷിക്കാൻ. എന്നാൽ ഇപ്പൊ UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാം.
UP സ്കൂള്. കാരണം എന്താ? 17 വയസ്സ് കാട്ടുന്നില്ല. നിങ്ങളുടെ തീറ്റി അമ്മാതിരിയല്ലേ? ഇറച്ചി മീൻ എത്രയാ വെളിച്ചെണ്ണ, എത്രയാ തേങ്ങ? ഹോർമോണല്ലേ? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ച ഒരു പേരിലേ ഉള്ളൂ. എന്ത് പേരാ? ശവം അല്ലെ മയ്യത്ത് അല്ലേ? മരിച്ച ഒറ്റ പേരിലേ ഉള്ളൂ. എന്നാ കോഴിയുടെ ഒരു ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവരെ കോഴിക്ക് ഒരു പേരേ ഉള്ളൂ. കോഴി മരിച്ച 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച് ഇതുമുള്ള തിന്ന് ഹോർമോൺ ഉത്പാദനം തുടങ്ങിയ അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സാകുന്ന മുയല് കിടന്നുറങ്ങി വേദന കുറിച്ച് ചിരിച്ചു കാണിച്ചു. ഓന്റെ കൂടെ പോയി ഇതിന് ഒരു കൊല്ലം കഴിയുമ്പോ ട്രോഫി മാറി വരും. കണ്ടില്ലേ? പോകല്ല മോളെ എന്ന് പറയേണ്ട മനസ്സുണ്ടല്ലോ, ആ മനസ്സാകുന്ന മുയൽ ഉറങ്ങിപ്പോയി. ഉപ്പയും ഉമ്മേന്റോ അച്ഛന്റെ അമ്മേന്റോ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് സ്നേഹിച്ചത്. എന്നാൽ അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിന് 19 മാസം മുമ്പ് സ്നേഹിക്കാൻ തുടങ്ങിയത് അല്ലേ? നമ്മൾ ജനിക്കുന്നതിന്. ഇതെല്ലാം പറഞ്ഞു തരേണ്ട മനസ്സാകുന്ന മുയൽ ഉറങ്ങി, ശരീരം മുന്നോട്ട് പോയി. ഈ ശരീരമാണ് നിങ്ങളെ പറ്റിക്കുന്നത്. മക്കളെ, നിങ്ങള് ശരീരമാണോ മനസ്സാണോ മുഖ്യമെന്ന് തീരുമാനിക്കുക. ശരീരം നിയന്ത്രിക്കുന്ന മനസ്സാണെങ്കിൽ നിങ്ങളെ റേഷൻ കാർഡിന് പേര് വെക്കണം, ആരെ പോയി കിടക്കണം. അത് മൃഗമാണ്. മൃഗങ്ങൾക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ ശരീരത്തിന് മൂത്രയ്ക്ക മുട്ടിയ അനങ്ങാണ്ട് കിടന്നോ പേരും കൊടലേ എന്ന് പറയുന്നില്ലേ? ഏത് പൊരുത്തം വിളിച്ചാൽ അങ്ങനെ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കണം. ഈ ആരെങ്കിലും എന്തൊക്കെ പൊരുത്തം തിന്നു കണ്ടാൽ എനിക്ക് തിന്നണം. ഓനെന്നാ തിന്നുന്ന ലേസി, എനിക്ക് ലേസി. ഇതാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഈ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. ആരോ ഓടിക്കുന്ന വണ്ടിയിൽ ചാടി കയറുക നിങ്ങൾ. ഇതാണ് ഇവിടെ 3-4 കുട്ടികൾക്ക് ഉത്തരം കിട്ടി, മറ്റുള്ള കുട്ടികൾക്ക് ഉത്തരം കിട്ടാഞ്ഞത് എന്റെ ജീവിതം ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ ചിലപ്പോ റിവേഴ്സ് ചെയ്ത് പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാവണം. തന്റെ ഇല്ലാത്തവരാണ് മയക്കുമരുന്നിന് അടിമയാവുന്നത്. ഓനെന്തും ചാക്കുന്നതാണ് പാടും. ഓനെങ്ങനെ മുടി കുറിച്ച് എന്റെ മുടി അങ്ങനെ കുറിക്കണം. ഓന്റെ പേര് കീറിയിട്ട് എടുത്തിട്ട് ഞാൻ എന്റെ പേര് കീറും. ഇതല്ലാണ്ട് ഓനെന്നാ പാട്ട് പാടുന്നത് അതിന്റെ അർത്ഥം ഒന്നും അറിയണ്ട. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ ഓൻ പാടുന്നത് അതിന്റെ അർത്ഥം ഒരു ഇബിലീസും കരിയും ചെലുത്തമാരും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതൊന്നും ആലോചിക്കണ്ട, എല്ലാരും പാടുന്നത്. അതുകൊണ്ട് ഞാനും പാടുന്നു ഇല്ലുമിനാട്ടി. എന്താ ഇല്ലുമിനാട്ടിന്റെ അർത്ഥം അറിയാമോ? എന്താ ഇല്ലുമിനാട്ടി അറിയില്ല. എല്ലാരും പാടുന്നു, ഞാനും പാടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം നയിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മിക്കണം. നിങ്ങൾക്കത് തന്റെ ഇടയിലില്ല. ആരെങ്കിലും പറയുമ്പോ അതിന്റെ പുറകെ പോകുന്നു, ആരെങ്കിലും വിളിക്കുമ്പോ അതിന്റെ പുറകെ പോകുന്നു. യെസ് എന്ന് പറയുന്ന നാവ് കൊണ്ട് നോ എന്ന് പറയാനുള്ള തന്റെ ഇടയിലുണ്ടാകും. ചോദ്യം പഠിക്കുന്ന കുട്ടികളാണ്. ചോദ്യമാണ് പ്രധാനം. നേരത്തെ ഞാൻ ചോദിക്കുമ്പോ പലർക്കും ഉത്തരം കിട്ടാഞ്ഞത് നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്ന വിചാരിക്കുക എന്ന ചോദ്യം പഠിക്കാനില്ല. ചോദ്യമാണ്. നിങ്ങൾ സ്കൂളിൽ നിന്നുള്ളൊരു ശീലം എന്താ? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും അല്ലേ? നോ, ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവര് ഇല്ലാത്തവരോട് ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കുക. ഉള്ളവര് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുത്ത് ഫോൺ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ഫോണില്ല. നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണേ, ഞാൻ നിങ്ങളോട്. നിങ്ങൾ എന്നോടല്ലേ? അപ്പൊ ഉള്ളവരില്ലാത്തവരോട് ചോദിക്കേണ്ടത് ഇല്ലാത്തവരുള്ളവരോട്. ഉള്ളവരോട് സമ്മതിച്ചോ? സ്കൂളിൽ അറിവുള്ളത് മാഷക്കോ കുട്ടിയക്കോ? മാഷ. ഇല്ലാത്തതോ കുട്ടി. ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കേണ്ടത്. അവ ചോദ്യം ചോദിക്കണ്ട. നിങ്ങൾ ഉത്തരം പറയണ്ടാരാ? പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? ഉത്തരം പറയണ്ടാരാ? നിങ്ങൾക്ക് ഉത്തരം അറിയപ്പോ നിങ്ങൾ സ്കൂൾ വരുമോ? പിന്നെ ഏത് ഉത്തരം മാഷ് ചോദിക്കുന്നത്? നിങ്ങളെ കൊടുത്തേൽപ്പിച്ച ഉത്തരം മോനിക്കുവാ നീ തന്നെ. എന്റെ പേരെന്താ? അൻസബ് കേറി വന്നല്ലോ. ആ വകയിൽ എന്റെ ഫോൺ കൊടുത്തു. എന്തിനാ കൊടുത്തോ മോനറിയോ? എന്തിനാവോ ഏതിനാവോ ഞാനിതൊന്നും അറിയുന്നേ ഇല്ലേ. വാങ്ങി. എന്തിനാവോ ഇപ്പൊ കൈമ പിടിക്കുന്ന? ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരാൻ. ഓനാ ഫോണ് നോക്കിയാ ആ കമ്പനി ഏത് കമ്പനിയാ നോക്കിയാ 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 നോക്കിയാ
നോക്കിയ നോക്കിയ ഞാൻ കൊടുത്തോണ്ടോ വാങ്ങി. ഇപ്പൊ ഞാൻ കൈ പിടിക്കുന്ന ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തരാം. ഇന്ന് വന്ന് ഈ വാട്സപ്പിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഇതുപോലെ മാഷന്മാർക്ക് പറയും ഉത്തരിക്കുന്നത് തരുമല്ലേ? പിന്നെ വാങ്ങാണ്ട് നിർത്തിയില്ലല്ലോ. എന്തിനാവോ ഏതിനാവോ വാങ്ങി. എന്തിനാ വാങ്ങിയേ? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. മാഷപ്പോഴാ ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു തിരിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചപ്പോ ഫോൺ തിരിച്ചു തരും വന്നു. ഇപ്പൊ ഇതിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9 എത്തുമ്പോ 8 പോയി, 9 കഴിഞ്ഞ് 10 എത്തുമ്പോ 9 പോയി. എന്ത് കുത്തത്തിനാണ് പഠിക്കുന്നത്? മാഷ് തന്ന മാഷോട് കൊടുത്തിട്ട് പോരാനാ വിട്ടിട്ടോ? അതിന് പകരം മാഷോട് ചോദിച്ചു വാങ്ങണം കേട്ടോ. മാഷോട് ചോദിച്ചു വാങ്ങണം. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാവുക. ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ ഒരാളോട് ഇവൻ അൻസബ് ഞാൻ ഫോൺ കൊടുക്കുമ്പോ കൈ നീട്ടിയില്ലേ ഫോൺ വാങ്ങാൻ? അതുപോലെ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ മനസ്സ് തുറന്നാൽ ആ മനസ്സ് ഉത്തരം കിട്ടുന്നത് വരെ അത് വാക്വമാവും, ശൂന്യമാവും. ഈ ശൂന്യത ചുറ്റുവട്ടമുള്ളതിനെ പിടിച്ചു വലിക്കും. ഒരു സിറിഞ്ചിൽ മരുന്ന് കയറുന്ന എങ്ങനെയാണെന്നറിയോ? സിറിഞ്ചിൽ മരുന്ന് കയറുന്നറിയോ? പിസ്റ്റൺ പിടിച്ചു വലിക്കുമ്പോ അവിടെ വാക്വം ഉണ്ടാവും. അപ്പോഴാണ് കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത്. മനസ്സിലായോ? വാക്വത്തിന്റെ കരുത്തിയാൻ കാണിച്ചാൽ ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ നിൽക്കുന്നില്ലേ? ഇതിവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്നാ എന്റെ കയ്യിൽ കമർത്തി വെച്ച നിൽക്കുവോ? മറിഞ്ഞു പോകുന്നില്ലല്ലോ. ഈ വെള്ളം എന്താ മറിഞ്ഞു പോകാത്ത? ചേച്ചാ മറിഞ്ഞു പോകുന്ന നോക്കാം. എന്താ ഇത് തിരിച്ചു കഴിച്ചാൽ നിൽക്കുന്നില്ല? എന്താ ഞാനിവിടെ ഒരു മാജിക്കും കാണിച്ചില്ല. ഇവര് കൊണ്ടെത്തുന്ന ഗ്ലാസാ. ഇവിടെ ഞാനൊന്നും ഒരു മാജിക്കും ഇല്ല. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ കൈവച്ചു, ഇങ്ങനെ കൈവച്ചു, ഇങ്ങനെ കൈവച്ചു. ഇവിടെ നടക്കുന്നത് ഞാൻ കൈ അമർത്തിയിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല. ഞാനൊരു ചെറിയ വഴിയെടുത്തിട്ടുണ്ട്. ഇവിടെ എന്റെ കൈ 4 ഭാഗം അമർത്തിയിട്ട് ഈ 2 വിരൽ താഴോട്ട്. അപ്പോ ഉള്ളം കൈ മേലോട്ട്, ഉള്ളം കൈ മാത്രം. അപ്പൊ അവിടെ ചെറിയൊരു വാക്വം ഉണ്ടായി. ആ വാക്വത്തിന്റെ കരുത്താകൊണ്ടാണ് ഇത് കയ്യിൽ നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് വേറെ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുപ്പി ഗ്ലാസ് കുടിക്കണ്ട. സ്റ്റീലിന്റെ ഗ്ലാസ് വായിൽ അമർത്തി ഉള്ളിലേക്ക് വെച്ചാൽ ടൈറ്റാവില്ലേ? അത് തന്നെ സംഭവം. മനസ്സിലായില്ലേ? ഈ വാക്വം നിങ്ങളുടെ തലയിൽ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ചോദ്യം ചോദിക്കുന്ന മക്കളാവുക. എന്താണ്, എങ്ങനെയാണ് എന്ന് ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിച്ച് ഉത്തരങ്ങൾ അന്വേഷിക്കലാണ് നിങ്ങളൊക്കെ പണി. പക്ഷെ നിങ്ങൾ ഉത്തരം പഠിക്കാൻ വേണ്ടി വന്നിട്ടാണ് നിങ്ങൾ ഉത്തരം പഠിക്കാൻ ഒരു ശല്യമായി തീരുകയും നിങ്ങളുടെ മനസ്സ് മറ്റു പലരും വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നിങ്ങളെ നിയന്ത്രിക്കുന്നവർ ഡ്രൈവർ നിങ്ങളാണ്. ഈ ജീവിതം നമുക്കൊന്നല്ലേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ നല്ലോണം പഠിക്കാൻ വിചാരിച്ച് നടക്കുവോ? ഈ കിട്ടിയ ജീവിതം രസകരമാക്കണം, മനസ്സ് വലുതാക്കണം, പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കണം. അല്ലാതെ കുറെ തിന്നുക, കിടന്നുറങ്ങുക, മക്കളെ ഉണ്ടാക്കുക, കക്കൂസ് പോവുക. ഈ പണിയെടുക്കാനല്ല നിങ്ങള് മനുഷ്യരായി. ചിരിക്കുക, ചിന്തിക്കുക, പാട്ടുപാടുക, സ്നേഹിക്കുക, കഥ പറയുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക, മനസ്സ് വിശാലമാക്കുക. അത്തരത്തിൽ മനസ്സ് വിശാലമാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ മൃഗങ്ങളെ പോലെ ആരെങ്കിലും തിന്നുന്ന കണ്ടിട്ട് തിന്നിട്ടാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇത് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ മനുഷ്യത്വം, നിങ്ങളുടെ സെൻസർ ബോർഡ് കട്ടാവും. സെൻസർ ബോർഡ് കട്ടാവും. ഇതിലെ പോകണമെന്നാ വിചാരം. പക്ഷെ അതിലെ പോകാനാവില്ലേ? ചാലി ഇങ്ങോട്ട്. അതാ മദ്യപിച്ചവര് പാമ്പാവുന്നത്, നിലത്ത് വീഴുന്നത്. ആരോടൊക്കെ തോന്നിയാസം പറയുന്നു. മനുഷ്യന്റെ ബോധം, അവനവനെ നിയന്ത്രിക്കുന്ന ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ മനുഷ്യരല്ല. അതുകൊണ്ട് എല്ലാ ലഹരിയും മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നതാണ്, ഇബിലീസിനെയും കലിയെയും ചെറുത്താനെയും വളർത്തുന്നതാണ്. അതുകൊണ്ട് ലഹരിക്കെതിരെ ജയപ്രകാശ് നാരായണൻ എന്ന പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്വിതീയമായ നേതൃത്വം കൊടുത്ത ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു ജയപ്രകാശ് നാരായണൻ. ആ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ നടന്നപ്പോ ആ അടിയന്തരാവസ്ഥക്കെതിരായി രൂക്ഷമായ സമരങ്ങൾ നടന്നു. ഒട്ടനേകം
പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ജയപ്രകാശ് നാരായണൻ. ഇന്ത്യ കണ്ട അറിഞ്ഞ ഏറ്റവും നല്ല ഒരു രാജ്യസ്നേഹിയും ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ജയപ്രകാശ് നാരായണൻ. ആ ജയപ്രകാശ് നാരായണന്റെ പേരിലുള്ള കലാ സാംസ്കാരിക വേദിയും വായനശാലയുമാണ് ഇന്ന് 35ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നു. നിങ്ങളത് അനുസരിക്കണം, മനുഷ്യരാവണം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം വളർത്തുക, പുറത്തുള്ള വെളിച്ചമല്ല, ഉള്ളിലുള്ള വെളിച്ചം വളർത്തുക. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നിങ്ങളായി മുന്നോട്ട് പോവുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച AP സ്മാരക കലാ സാംസ്കാരിക വേദി വായനശാല ഗ്രന്ഥാലയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? 3 മണിക്ക് നമ്മൾ തുടങ്ങിയ പരിപാടി അല്ലേ, 3:30 3:30 തുടങ്ങിയ പരിപാടിക്ക് സാധാരണ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, ഇല്ലുമിനാട്ടികൾ, സാധാരണ ഏത് സ്കൂൾ പോയാലും ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും മഹാവൃതയായിരിക്കും, വെറും വർത്താനം കഴിയും. എന്നാൽ മറ്റൊരിടത്തും കാണാത്ത അച്ചടക്കത്തിൽ നിങ്ങൾ ഇന്ന് കേട്ടതിന് നിങ്ങളോട് പ്രത്യേകിച്ച്